ആലപ്പുഴ കുട്ടനാട്ടിൽ ഇന്നലെ പാമ്പുകടിയേറ്റ് വീട്ടമ്മ ഇന്ദിരയുടെ വീടിനടുത്ത് 3 ദിവസം മുമ്പ് മൂർഖൻ പാമ്പിനെ കണ്ടിരുന്നു. ഈ പാമ്പാണ് ഇന്ദിരയെ കടിച്ചതെന്ന് സംശയം. മകൾ രശ്മി പകർത്തിയ പാമ്പിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ ആണ് കാണുന്നത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ദൃശ്യങ്ങളിൽ മൂർഖൻ പാമ്പിനെ കാണാം. അപ്പോൾ ഇതേ പാമ്പ് തന്നെയാണ് കടിച്ചതെന്നാണോ സംശയിക്കുന്നത്? ഇത് വീട്ടുപറമ്പിൽ നിന്ന് എടുത്താൽ തോന്നുന്നു അല്ലേ അശ്വിൻ? ലക്ഷ്മി, അത് കുറച്ച് ദിവസം മുമ്പ് പകർത്തിയ ദൃശ്യങ്ങളാണ്. കുറച്ച് ദിവസങ്ങളായി ഈ വീടിന്റെ പരിസരത്ത് ആ പാമ്പിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് മകളടക്കം പറയുന്നത്. അന്ന് ഈ പാമ്പിനെ കണ്ടത് ഈ ഇന്ദിര തന്നെയാണ്. പിന്നീട് ഈ സ്ഥലത്ത് ഒരു ജാഗ്രത ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിനെ പാമ്പിനെ കാണാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മകൾ രശ്മി കഴിഞ്ഞ ദിവസം ഈ പാമ്പിനെ കണ്ട് ഇന്ദിര രശ്മിയെ വിളിച്ചു. രശ്മി മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. രശ്മി ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം പാമ്പിനെ അവിടെ കണ്ടിരുന്നു അല്ലേ? കുറച്ച് നാൾ മുന്നേ അവിടെ കണ്ടിരുന്ന ആ വഴിയിൽ കണ്ടതാ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ അല്ലേ ഓടിക്കളിക്കുന്നത്. അപ്പം ഞാൻ അവരെ പേടിപ്പിക്കാനായിട്ട് ഞാനത് വീഡിയോ എടുത്തായിരുന്നു. ഇത് സ്ഥിരം ഇവിടെ ഉള്ള സാധനമാണ്. നല്ല പ്രായമായെന്ന് പറയാം. നല്ലപോലെ മൂത്ത ഒരു സാധനമാണ്. അമ്മ അടയാളം പറഞ്ഞു, മോനെ അന്ന് നമ്മൾ കണ്ട അതേ സാധനം തന്നെ. കാരണം അതിൻ്റെ വാലിൻ്റെ അറ്റത്തൊരു അടയാളം ഉണ്ട്. അത് തന്നെയാണ് എന്നെ കടിച്ചത്. അപ്പം അമ്മ അങ്ങോട്ട് ഇറങ്ങുകയും ഇത് അങ്ങോട്ട് വരികയും കൂടെ ആയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മേനെ മാക്സിമം വിടാതിരിക്കാൻ പട്ടി ശ്രമിച്ച്. പക്ഷെ അമ്മയ്ക്ക് ബാത്റൂമിൽ പോകേണ്ട ഒരു കാരണം വേറൊന്നുമല്ല. അമ്മയ്ക്ക് ഇന്നലെ BP-യുടെ ഇത് കാണിക്കേണ്ട ഡേറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കണ്ടുവെച്ചാൽ അത്ര സമയവും ബാത്റൂമിൽ പോകാനുള്ള യൂറിൻ പാസ് ചെയ്യാൻ പറ്റാതെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ മോന് വയ്യാതെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നുണ്ട്. അവനെ ഇവിടെ ഇരുത്തിയിട്ടാണ് പോയത്. അപ്പോൾ അത്ര നേരം അവനും ബാത്റൂമിൽ പോകാതെ വിഷമിച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞാൽ അവനെ ബാത്റൂമിലോട്ട് കയറ്റി എന്ന് പറഞ്ഞു. അപ്പം ഈ ഇന്നലെ പമ്പ് കടിച്ച തൊട്ട് പിന്നാലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. എത്തിയതിനു ശേഷം ആന്റിവെനമൊക്കെ കൊടുത്തു. അതെല്ലാം കറക്റ്റ് അവർ ചെയ്തു തന്നു. അത് മരുന്ന് ബ്ലഡ് എല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞ് അത് അന്നേരം എപ്പോഴും അമ്മ നോർമലാണ്. അമ്മ എന്നോട് സംസാരിക്കും. ഞാൻ അമ്മ ഉറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം കുഴപ്പമില്ല മോനെ, എനിക്ക് കുഴപ്പമില്ല. പിന്നെ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, മോനെ എനിക്ക് ശ്വാസം മുട്ടുന്നു പറഞ്ഞു. പിന്നെ അവർ വന്ന് എല്ലാം ECG എല്ലാം ഓക്സിജനും എല്ലാം ചെയ്ത് പറ്റുന്നില്ല. പിന്നെ അവർ വെന്റിലേറ്ററിലോട്ട് മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പം ജസ്റ്റ് ഞാനൊന്ന് ചെന്ന് നോക്കി. അപ്പം അവർ അമ്മ വയറ് നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. അപ്പം തന്നെ അവിടുന്ന് ICUലോട്ട് മാറ്റി അവർ. ഇന്നലെ അതിന് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പ്രാഥമികമായി എന്തെങ്കിലും ചെയ്തിരുന്നു? ഞാൻ കാല് കഴുകി. കാരണം താഴത്തെ ഭാഗം ഞെക്കി ഞാൻ മാക്സിമം ചോര കളഞ്ഞു. എന്നിട്ട് എന്നാലും കെട്ടരുതെന്ന് പറയുന്നുണ്ട് ഇപ്പം. പക്ഷെ വെപ്രാളം കൊണ്ട് ഞാനത് കെട്ടി. അമ്മ തന്നെ പറഞ്ഞു അത് കെട്ടി വെച്ച് അങ്ങനെ കൊണ്ടുപോയി. സോപ്പിട്ടെല്ലാം കഴുകി അതിൻ്റേതായിട്ടുള്ള രീതി ഞാൻ ചെയ്തു. അവിടെ ചെന്ന് ഞാൻ തന്നെ കെട്ടഴിച്ചു കൊടുത്തത്. അവർ പറഞ്ഞു കെട്ടേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ പിന്നെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കെട്ടണം. അമ്മ പറഞ്ഞു മോനത് കെട്ട് എന്ന്. എനിക്കും പേടിയായിരുന്നു എന്താണെന്നൊന്നും അറിയാം. ഞാൻ അങ്ങനെ ഞാൻ കെട്ടി. എൻ്റെ വെപ്രാളം കൊണ്ട് ഞാൻ കെട്ടിയതാണ്. അത് അഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം അമ്മ സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴേക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഹാഷ്മി, അതാണ് എന്തായാലും വീടിന്റെ പരിസരത്ത് കുറച്ച് നാളുകളായി ഈ പാമ്പിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഈ ആളുകളെയൊക്കെ ഭയപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ആ പാമ്പിനെ പിന്നീട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇതാണ് ഈ വീടിന് പിൻവശം. ഏകദേശം ഇവിടെ വെച്ചാണ് ഈ പാമ്പ് വരുന്നതും അത് ഇന്ദിരയെ കടിക്കുകയും ഒക്കെ ചെയ്തത്. എന്നാലും ആശുപത്രിയിലെത്തി കൃത്യമായ ചികിത്സ നൽകി. പക്ഷേ അവിടെ രാത്രി 9:30 തീവ്രപരിചരണ വിഭാഗത്തിലിരിക്കുമ്പോൾ ഇന്ദിര മരണപ്പെടുകയായിരുന്നു. ഹാഷ്മി, അശ്വിൻ പാലാഴിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മകൾ ചിത്രീകരിച്ച ആ വീഡിയോയും മകൾ ആ ദിവസത്തെ അനുഭവങ്ങളെ പറ്റിയും പറയുകയുമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.